Hi dears, welcome back to my new video. ഇന്ന് നമുക്കൊരു ഓർഗനൈസർ സെറ്റ് ചെയ്തെടുത്താലോ. ഒരു ടൈനി ആയിട്ടുള്ള ഒരു ഓർഗനൈസർ സെറ്റ് ചെയ്തെടുക്കാവേ. ടൈനി ആണെങ്കിലും സംഭവം പുലിയാണ് കേട്ടോ. 2 ഡ്രോയറും ഒരു പെൻ സ്റ്റാൻഡും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതിന് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഇത് ഞാൻ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് പെയിൻറ്റ് ചെയ്തെടുക്കാം. അത് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. കളർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കളർ പേപ്പറൊന്നും ഇല്ലാത്തതാണ് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഒരു അക്വാ ഗ്രീൻ കളറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ഉണങ്ങി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി 2 കാർഡ്ബോർഡ് പേപ്പറും കൂടെ ഒട്ടിച്ചു കൊടുക്കാം അതിൻ്റെ ബേസ് പോർഷനിൽ. ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പെൻ സ്റ്റാൻഡിൽ 2 കാർഡ്ബോർഡ് പേപ്പർ ഒരുമിച്ച് ഒട്ടിച്ചിട്ട് അതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഡ്രോയറിനകത്ത് ഓരോന്നോരോന്ന് ഒഴിച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് സിമ്പിളായിട്ട് വേഗം തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ഡ്രോയറും ഒരു പെൻ സ്റ്റാൻഡുമാണ്. അങ്ങനെ അതും സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അരികൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അരിക് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഓരോ അരികും നല്ല രീതിയിൽ ഒട്ടിയോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ മറ്റേതിലോട്ട് പോകാവുള്ളൂ, അടുത്തതിലോട്ട് പോകാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇളകി വരാൻ നല്ല സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രോയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. 2 സെറ്റായിട്ടുണ്ട് കേട്ടോ. 2 ഒരുപോലുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുമ്പേ നമുക്കിങ്ങനെ ഈ ഡ്രോയർ പുള്ളി തീർക്കാൻ കുറച്ച് പാടല്ലേ. അതിനൊരു സൊല്യൂഷനാണ് ദേ ഈ കാണുന്നത്. നമ്മളൊരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ സെൻറ്റർ വെച്ച് മടക്കിയിട്ട് നമുക്കിതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് പുള്ളി ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ താഴെ 2 ക്യാരക്ടേഴ്സ് ഇരിക്കുന്നുണ്ടോ, അവന്മാരെ ഞാൻ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ് നമുക്ക് ഈ ഡ്രോയറിലൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ 2 ഡ്രോയറും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പെൻ സ്റ്റാൻഡും കൂടി ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഈ സംഭവം റെഡിയായി കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് വർക്കിംഗ് ആണോ എന്ന് നോക്കണ്ടേ. ഡ്രോയർ വരാൻ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും ഈസി ആയിട്ട് പിന്നെ വന്നു കേട്ടോ. സംഭവം വർക്കിംഗ് ആണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ട് നോക്കിയാലോ. അങ്ങനെ പെൻ സ്റ്റാൻഡ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഡ്രോയർ നമുക്കിനി കുറച്ച് ഐറ്റം വെച്ച് കവർ ചെയ്തതെന്നാണ്. കാണാൻ ഭയങ്കര ടൈനി ആണെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൊള്ളും കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.